വയനാട് തുരങ്കപാതയ്ക്ക് സർക്കാർ നിർമ്മാണാനുമതി നൽകി. ആനക്കാംപൊയിൽ മേപ്പാടി പാതയ്ക്കാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി നിർമ്മാണാനുമതി നൽകിയത്. മികച്ച സാങ്കേതിക സംവിധാനം ഉപയോഗിക്കണമെന്നുൾപ്പെടെ വ്യവസ്ഥകളോടെയാണ് അനുമതി. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, എന്താണ് പരിസ്ഥിതി അനുമതിയിൽ പറയുന്നത്? അജിംസെ, ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയ്ക്ക് അന്തിമ അനുമതി നൽകാമെന്നാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി നൽകിയിരിക്കുന്ന ശുപാർശ. ഈ മാസം 1-ാം തീയതി ചേർന്ന യോഗത്തിൽ 25 വ്യവസ്ഥകളോടുകൂടി അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ആ പദ്ധതിക്ക് ഒരു പ്രാരംഭ അനുമതി നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ കടമ്പകളും കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. നേരത്തെ ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങളും മറ്റും ഉണ്ടായതാണ്. പ്രത്യേകിച്ച് ഇത് പരിസ്ഥിതി ലോല പ്രദേശമായതിനാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നതാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് നിർമ്മാണം നടത്തുക. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. ടണൽ റോഡിന്റെ ഇരുവശത്തും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നതിന് കാലാവസ്ഥാ സ്റ്റേഷനുകൾ സ്ഥാപിക്കുക. ഭൂമിയുടെ ഘടന അനുസരിച്ച് ടണലിംഗ് രീതികൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ വിവിധ നിർദ്ദേശങ്ങൾ 25ഓളം വ്യവസ്ഥകൾ നൽകിക്കൊണ്ടാണ്, ആ വ്യവസ്ഥകൾ അടങ്ങിയ പൂർണ്ണ രൂപ റിപ്പോർട്ടിന്റെ ആ വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ പൂർണ്ണ രൂപവും നമ്മുടെ കൈവശമുണ്ട്. അത് പ്രകാരം നൽകിയിരിക്കുന്നത്, അതായത് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് പാറകൾ തുരക്കുന്നതിനായി എല്ലാ ആധുനികമായ മികച്ച സംവിധാനങ്ങൾ ഉപയോഗിക്കണം. പരിസ്ഥിതി നാശം ഒഴിവാക്കിക്കൊണ്ട് വേണം പാറ തുരക്കാൻ എന്നതടക്കം ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടതും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതുമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതിക്ക് ഏതാണ്ട് ഒരു നിർമ്മാണ അനുമതി നൽകിയിരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ജില്ലാ കളക്ടർ ശുപാർശ ചെയ്യുന്ന 4 പേരടങ്ങിയ വിദഗ്ധ സമിതി ഇതിന്റെ ഭാഗമായി രൂപീകരിക്കണം. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.0579 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കുക. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തുക. നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവർക്ക് മതിയായ സുരക്ഷ